നമ്മൾ മരുന്ന് കൊടുക്കുന്നത് കുഞ്ഞിന് അസ്വസ്ഥത കുറയ്ക്കാനും ആ ടെമ്പറേച്ചറിന്റെ കാഠിന്യം കുറയാനും വേണ്ടി മാത്രമാണ്. പനി ഉണ്ടാകുന്ന റീസൺ നമ്മുടെ ശരീരത്തിൽ ചിലപ്പോൾ വൈറസ് കയറിയതാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ. അപ്പൊ ആ കാര്യം മാറുന്നത് വരെ പനി മാറില്ല. തിരുവനന്തപുരം കിംസ് ഹെൽത്ത് ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് വിഭാഗം അസോസിയേറ്റ് കൺസൾട്ടന്റ് ഡോക്ടർ നിഷ നായരാണ്. 99 വരെയുള്ള 99 ഡിഗ്രി ഫാരൻഹീറ്റ് വരെയാണ് നമ്മുടെ സാധാരണ ഊഷ്മാവ്. ഇതിൽ തന്നെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. നമ്മളിപ്പോൾ കുഞ്ഞുങ്ങൾ ഓടി കളിച്ചു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കുറച്ച് കൂടും. ഇപ്പോൾ നന്നായി ഭക്ഷണം കഴിച്ചിട്ട് ഇമ്മീഡിയറ്റ്ലി നോക്കിയാൽ ചിലപ്പോൾ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ കാണാറുണ്ട്. ഇത് കൂടാതെ ശരിക്കും പനി എന്ന് പറയുന്നത് നമ്മുടെ കോർ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ ബ്രെയിനിൽ ഈ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന ഏരിയയിലുള്ള ടെമ്പറേച്ചറാണ് ശരിക്കും നമുക്ക് അറിയേണ്ടത്. പക്ഷെ അത് കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആക്സിലയിൽ അല്ലെങ്കിൽ കക്ഷത്തിൽ വെച്ചിട്ട് ടെമ്പറേച്ചർ നോക്കും, വായുടെ ഉള്ളിൽ വെച്ച് ടെമ്പറേച്ചർ നോക്കും, അല്ലെങ്കിൽ റെക്ടൽ ടെമ്പറേച്ചർ നോക്കാം. നമ്മൾ ഹോസ്പിറ്റൽ ഐസിയുലൊക്കെ കിടക്കുകയാണെങ്കിൽ റെക്ടൽ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ മലദ്വാരത്തിനകത്ത് വെച്ചിട്ട് ടെമ്പറേച്ചർ നോക്കാൻ പറ്റും. അപ്പൊ ഇതെല്ലാം നമ്മുടെ കോർ ബോഡി ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിന്റെ ഉള്ളിൽ നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന ഏരിയയിലുള്ള ടെമ്പറേച്ചറുമായിട്ട് കുറച്ച് വ്യത്യാസങ്ങൾ കാണും. കൃത്യം അതേ ടെമ്പറേച്ചർ ആയിരിക്കില്ല. നമ്മുടെ കക്ഷത്ത് വെച്ച് നമ്മൾ ടെമ്പറേച്ചർ നോക്കുമ്പോൾ നമ്മുടെ വായിൽ വെച്ച് ടെമ്പറേച്ചർ നോക്കുന്നതിനേക്കാളും ഏകദേശം 1/2 തൊട്ട് 1 ഡിഗ്രി വരെ താഴെയായിരിക്കും. കോർ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ വായിൽ വെച്ച് നോക്കുന്നതിനേക്കാളും 1/2 മുതൽ 1 ഡിഗ്രി വരെ മേളിലായിരിക്കും. അപ്പോൾ ശരിക്കും പനി എന്ന് പറയുന്നത് കോർ ബോഡി ടെമ്പറേച്ചർ 100.4 അല്ലെങ്കിൽ 38 ഡിഗ്രി സെൽഷ്യസിന് മേളിലാകണം. അപ്പൊ അത് ഏകദേശം ഒരു 99 ഡിഗ്രി അല്ലെങ്കിൽ 99.5 ഡിഗ്രി കക്ഷത്ത് വെച്ച് നോക്കുന്ന ടെമ്പറേച്ചറുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. ഏകദേശം അത്രയായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 99 ഡിഗ്രി വരെ വലിയ പനിയായിട്ട് നോക്കണ്ട, അതിന് മേളിൽ വന്നാൽ മാത്രം നമ്മൾ കൺസേൺഡ് ആയാൽ മതി എന്ന് പറയുന്നത്. അത് തന്നെയും ഒരു 100.4 101 വരെ മൈൽഡ് ഫീവർ എന്നാ പറയുന്നത്. 101 102 മേളിലാണ് മോഡറേറ്റ് ഫീവർ പറയുന്നത്, 104 സിവിയർ ഫീവർ എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും എനിക്ക് പാരന്റ്സിനോട് പറയാനുള്ള കാര്യം, ഈ ഒരു ചെറിയ പനി നമ്മളൊരു 99 തൊട്ട് 100 വരെയുള്ള പനി കാണുമ്പോൾ തന്നെ പലരും പേടിക്കുകയാണ്, അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോകുന്നു, ഉടനെ തന്നെ ഡോക്ടറിനെ കാണുന്നു, ഇങ്ങനെ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വെപ്രാളപ്പെടുന്നു. അപ്പൊ അതിന്റെ ആവശ്യമില്ല. അതെല്ലാം ചെറിയ പനിയാണ്. പിന്നെ ഒത്തിരി അതുപോലെ തന്നെ പല വൈറൽ പനികളും ഒരു 2-3 ദിവസം നല്ല ടെമ്പറേച്ചർ കാണും. പെട്ടെന്ന് നല്ല ടെമ്പറേച്ചർ വരും, മരുന്ന് കൊടുക്കുമ്പോൾ അത് കുറയും. പനി ഇല്ലാത്ത സമയത്ത് കുഞ്ഞുങ്ങൾ നല്ല ആക്റ്റീവ് ആയിരിക്കും. അത്യാവശ്യം ഭക്ഷണം കഴിക്കുന്ന കുറവായിരിക്കും പൊതുവിൽ. നമ്മളാണെങ്കിലും അസുഖം വരുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന കുറവല്ലേ, കുഞ്ഞുങ്ങളിലും അതുപോലെ തന്നെ ആയിരിക്കും. ഭക്ഷണം കഴിക്കുന്ന കുറവായിരിക്കും, എന്നാലും അവർ അത്യാവശ്യം ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഒരു 2 ദിവസം 3 ദിവസം നോക്കാം. 3 ദിവസമായിട്ടും പനി കുറയുന്നില്ലെങ്കിൽ 48 to 72 അവേഴ്സിൽ ടെമ്പറേച്ചർ കുറയുന്നില്ല എങ്കിൽ പോയി ഡോക്ടറിനെ കാണാം. അല്ലാതെ ഇപ്പൊ ടെമ്പറേച്ചർ തുടങ്ങി അപ്പൊ തന്നെ ഇപ്പൊ ഉച്ചയ്ക്ക് ശേഷം പനി തുടങ്ങി 99 ഡിഗ്രി എന്ന് ഇപ്പൊ തന്നെ പോയി കാണിച്ചേക്കാം. എന്നിട്ട് ഇപ്പം രാത്രിയാകുമ്പോൾ വീണ്ടും പനി വരുന്നു, അതിനകത്ത് ടെൻഷൻ അടിക്കുന്നു. അങ്ങനെ ആയിരിക്കും വൈറൽ ഫീവർ. നമ്മൾ മരുന്ന് കൊടുക്കുന്നത് കുഞ്ഞിന് അസ്വസ്ഥത കുറയ്ക്കാനും ആ ടെമ്പറേച്ചറിന്റെ കാഠിന്യം കുറയാനും വേണ്ടി മാത്രമാണ്. പനി ഉണ്ടാകുന്ന റീസൺ നമ്മുടെ ശരീരത്തിൽ ചിലപ്പോൾ വൈറസ് കയറിയതാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ. അപ്പൊ ആ കാര്യം മാറുന്നത് വരെ പനി മാറില്ല.